നിങ്ങളൊരു മുസ്ലിം ന്യൂനപക്ഷ സ്ഥാപനത്തിൽ പോയിട്ട് ഒരു ഹിന്ദു അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ന്യൂനപക്ഷ സ്ഥാപനമാണ് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും പറയാമെന്ന് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു സംഗതി നിങ്ങൾക്ക് പിടികിട്ടും. ഒരു ഫ്ലിപ്പ് ടെസ്റ്റ് നിങ്ങൾ സ്വയം നടത്തുക എന്നുള്ളതാണ് അവിടെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആ പറയുന്നതാണ് അതിലെ മൂന്നാമത്തെ ആളുകൾ. നാലാമത്തെ ആളുകൾ എന്ന് പറയുന്നതാണ് ഇതിൽ ഏറ്റവും വലിയ തോൽവികൾ എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന കൂട്ടം. അത് ഇവിടുത്തെ ഗവൺമെൻറ്റാണ്. കാരണം ഇവിടെ ശിവൻകുട്ടി എന്ന് പറയുന്ന നമ്മളുടെ വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹം പല കാര്യങ്ങൾ പലതും ഒക്കെ ചെയ്തതൊക്കെ നമ്മൾ മുന്നേ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടാവും. നമ്മൾ സൂംബ വിവാദത്തിലായാലും ഒക്കെ ആൾ വളരെ ശക്തമായ നിലപാടുകളൊക്കെ എടുത്തിട്ടുള്ള കാര്യമാണ്. പക്ഷേ സമസ്തയുടെ മുന്നിൽ പറയുന്ന പോലെ അല്ല ഇവിടെ SDPയുടെ മുന്നിൽ പറയുന്നത് എന്ന് നമ്മളിവിടെ കാണുകയാണ്. കാരണം എന്താണ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ആംബുലൻസ് കത്തിക്കുന്ന ഒരു വിഷയം വന്നപ്പോഴാണ് കൂടുതൽ അത് വ്യക്തമാവുന്നത്. കാരണം ആംബുലൻസ് കത്തിച്ചു, ആംബുലൻസ് തല്ലിപ്പൊളിച്ച CPIMകാർ എന്നൊക്കെ പറഞ്ഞ് SDPക്കാർ അവിടെ ബാനർ വെക്കുമ്പോൾ ആംബുലൻസ് കത്തിച്ച കാപാലികന്മാർ എന്ന് മാത്രമേ അവിടെ CPMന് പറയാൻ കഴിയുന്നുള്ളൂ. അവിടെ SDPI എന്ന് എടുത്തു പറയാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല എന്ന് വരുന്നിടത്ത് തന്നെ ഈ CPIMും അതുപോലെ SDPIയും തമ്മിലുള്ള അന്തർധാര, അതല്ലെങ്കിൽ ഇവർ തന്നെയാണ് അവർ പകല് ചുമപ്പും രാത്രി പച്ചയുമാകുന്ന ഒരു പ്രതിഭാസമാണ് എന്ന് നമ്മൾ പണ്ടേ പറയാറുള്ളത്, അച്ചട്ടാകുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിവിടെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇവിടെ വന്നത്.